വെൽക്കം ബാക്ക്. ഇറ്റ്സ് മൈ ഫസ്റ്റ് സ്റ്റഡി വ്ളോഗ്. സോ അതിൻ്റേതായിട്ടുള്ള എല്ലാ മിസ്റ്റേക്കും ഈ സ്റ്റഡി വ്ളോഗിലുണ്ടാവും. ഇത് തന്നെയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ പഠിക്കാൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ് ട്രബിൾ നല്ലോണം ഉണ്ട്. സോ കുറച്ച് ടാസ്ക്കൊക്കെ പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ടിങ് ട്രബിൾ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ നോക്കി, പേജൊക്കെ മറിച്ച് നോക്കി, വായിച്ചിട്ടൊക്കെ നോക്കി. അപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടും. പിന്നെ പഠിക്കാനായിട്ട് ഒരു മൂഡും വരും. സോ ഇതൊക്കെയാണ് ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബുക്കൊക്കെ പുതിയതാണ്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വായിച്ച് നോക്കിയപ്പോൾ ഒരു ഐഡിയ കിട്ടി കേട്ടോ. പിന്നെ ഞാൻ മൊത്തത്തിൽ വായിച്ച് പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർത്ത ഒരു വ്ളോഗൊന്നും അല്ല കേട്ടോ. 2 ദിവസത്തേക്ക് ഈവനിങ് ആണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മോർണിംഗ് റൂട്ടീനൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പഠിക്കുന്നതിന് നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, എന്നാൽ മാത്രമേ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തലയിൽ കയറുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു, അതും പഠിച്ചു. ഇനി എഴുതി പഠിക്കലും വായിച്ച് പഠിക്കലൊക്കെ തന്നെയാണ് അധികം ഈ ഒരു സ്റ്റഡി വ്ളോഗിലുള്ളത്. വേറൊന്നും കാണിക്കുന്നൊന്നുമില്ല. സോ ഫാസ്റ്റായിട്ട് കുറേ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ. സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന തന്നെയാണല്ലോ മെയിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് സ്റ്റഡി വ്ളോഗ് കാണുന്ന ആളാണെങ്കിൽ ഈ ഒരു വ്ളോഗിന് എത്രത്തോളം പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും എന്നറിയില്ല. ഞാൻ നല്ല പ്രൊഡക്റ്റീവായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ വേണോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ സ്റ്റഡി ടിപ്സൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വ്ളോഗ് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ കൂടുതലും എഴുതി പഠിക്കാമെന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ എന്തൊക്കെയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 2 weeks ആയിട്ടാണ് കേട്ടോ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2 weeks ഇട്ടിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഒരു പ്രൊഡക്റ്റീവ് ആവാനൊക്കെ പറ്റും. പിന്നെ നിങ്ങൾ വിചാരിക്കും ബുക്കൊക്കെ ഒരു ഒറ്റയടിക്ക് പഠിച്ച് തീർക്കുകയാണോ, ഇതുപോലെ മറിച്ചിട്ട് എന്നൊക്കെ വിചാരിക്കും. ഇത് പഠിക്കുന്നതല്ല കേട്ടോ. ഇംഗ്ലീഷ് ബുക്ക് കിട്ടിയ പാടെ എങ്ങനെയാണ് ഈ ബുക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മറിച്ച് നോക്കുകയാണ്. ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ കുറച്ച് പഠിച്ചു, റിവൈസ് ചെയ്തു, ഗെറ്റ് ഫ്രഷനപ്പ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ ഒരു റൊട്ടീൻ പോലെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനിടയിൽ വേറെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ വ്ളോഗിലുള്ളതെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം ഇത് 1-2 ദിവസമായിട്ട് ഷൂട്ട് ചെയ്ത വ്ളോഗാണ്. സോ അതിനോണ്ട് ഇതിലെന്തൊക്കെയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട്. പിന്നെ കുറേ അവേഴ്സ് ഒരുമിച്ച് ഇരുന്ന് പഠിക്കാനൊന്നും എനിക്ക് നടക്കില്ല. പക്ഷേ ഈയിടെയായിട്ട് കുറച്ചൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും +1 കിട്ടി. ഫസ്റ്റ് മുതലേ പഠിച്ച് തുടങ്ങാമെന്നാണ് പ്ലാൻ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചത്. കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്ട് സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങിയാണ് കേട്ടോ. ഞാൻ സ്കൂളിലുള്ള പോലെ തന്നെ വീട്ടിൽ നിന്നും പഠിക്കാമെന്നാണ് പ്ലാൻ. സോ അതുകൊണ്ടാണ് അങ്ങനെ പഠിച്ചത്. വ്ളോഗ് കുറച്ച് ലെങ്തി ആവാതെ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് സ്റ്റഡി വ്ളോഗാണ്. അതിൻ്റേതായിട്ടുള്ള കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സ്റ്റഡി ടിപ്സ് വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്ളോഗ് അങ്ങനെ എന്തെങ്കിലും വേണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വ്ളോഗ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, സൗണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് അനുസരിച്ചിട്ട് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയും വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, യൂസ്ഫുൾ ആവും. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ബൈ.